ഇക്കാണുന്ന ആംസ്റ്റർഡാം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ ഞാൻ വന്നിറങ്ങിയിട്ട് ഏതാനും മിനിറ്റുകളെ ആയിട്ടുള്ളൂ. ജലനഗരമായ ആംസ്റ്റർഡാം, കനാലുകളും കായലുകളും തടാകങ്ങളും നിറഞ്ഞ നെതർലാൻഡ്സിന്റെ തലസ്ഥാനമായ ആംസ്റ്റർഡാം നഗരം. കനാലുകളുടെ ഓരത്തെ വലിയ തിട്ടകൾ പോലുള്ള ചിറകളിൽ രൂപപ്പെട്ട നഗരമാണിത്. നല്ല സ്ട്രീറ്റുകൾ, അതിന്റെ ഓരങ്ങളിൽ മനോഹരമായ സൗധങ്ങൾ, കനാലിലൂടെ ബോട്ട് യാത്രയ്ക്ക് ഒരുങ്ങിയിരിക്കുന്നവർ. പലതരം ബോട്ടുകളുണ്ട്. ഈ നടക്കുന്ന പാതയുടെ രണ്ടു വശത്തും ബോട്ട് പിയറുകളാണ്. നിരവധിയായ ബോട്ടുകൾ. ചരിത്ര മന്ദിരങ്ങളുടെ മുന്നിലൂടെ, അവിടെ നടന്ന സംഭവങ്ങളുടെ ഓർമ്മകളിലൂടെ 1 മണിക്കൂർ കനാൽ ക്രൂസ് നടത്താൻ ക്യൂ നിൽക്കുന്നു ആളുകൾ. ആംസ്റ്റർഡാം പോലുള്ള നഗരങ്ങൾ ടൂറിസത്തിൽ വലിയ വളർച്ച നേടിക്കഴിഞ്ഞു. ഇത് നഗരത്തിലെ പ്രധാനപ്പെട്ട ഒരു തെരുവാണ്, ദാംറാക്ക് സ്ട്രീറ്റ്. ഈ സ്ട്രീറ്റിലൂടെ ഏതാണ്ട് 300 മീറ്റർ നടന്നാൽ എനിക്ക് ഹോട്ടലിലെത്താം. വലിയ ചിറയിലുണ്ടാക്കിയ പാതയാണ്. എവിടെയും കാണാം കനാൽ ടൂർ നടത്തുന്ന ബോട്ടുകൾ. 10-12 യൂറോയാണ് 1 മണിക്കൂർ നേരത്തെ ക്രൂസിനുള്ള ടിക്കറ്റ് നിരക്ക്. അരമണിക്കൂർ കൂടുമ്പോൾ ബോട്ടുകൾ പുറപ്പെടും. ദാംറാക്ക് സ്ട്രീറ്റിലൂടെ മുറി ബുക്ക് ചെയ്തിരിക്കുന്ന എക്സ്ചേഞ്ച് ഹോട്ടൽ അന്വേഷിച്ചാണ് ഞാൻ നടക്കുന്നത്. പാതയുടെ മറുഭാഗത്ത് കാണുന്നതെല്ലാം ടൂറിസവുമായി ബന്ധപ്പെട്ട കെട്ടിടങ്ങളാണ്. ഹോട്ടലുകൾ, റെസ്റ്റോറന്റുകൾ, ടൂർ ബുക്കിംഗ് കേന്ദ്രങ്ങൾ എന്നിങ്ങനെ പലതുമുണ്ടവിടെ. ദാംറാക്ക് സ്ട്രീറ്റ് എപ്പോഴും ടൂറിസ്റ്റുകളാൽ നിറഞ്ഞിരിക്കും. ഈ വഴി നേരെ നടന്നാൽ പാലസ് സ്ക്വയറിലാണ് എത്തുക. റോയൽ പാലസിന്റെ മുന്നിലെ വലിയ സ്ക്വയറാണത്. വലിയ ദൂരമില്ല അവിടേക്ക്. ഈ നടക്കുന്നതെല്ലാം ടൂറിസ്റ്റുകളാണ്. പല നാടുകളിൽ നിന്നെത്തിയ സഞ്ചാരികൾ, യുവാക്കളും പ്രായം ചെന്നവരുമെല്ലാം ഉണ്ടിതിൽ. ഞാൻ ഹോട്ടൽ കണ്ടുപിടിച്ചു. എക്സ് എന്നാണ് ബോർഡ്. പേര് എക്സ്ചേഞ്ച് എന്നാണെങ്കിലും ഒരു രാത്രിക്ക് 10,000 രൂപ മുറിവാടകയുള്ള നല്ലൊരു ഹോട്ടൽ തന്നെയാണിത്. റിസപ്ഷനാണ് മുന്നിൽ കാണുന്ന പൊത്തിനപ്പുറം. റിസപ്ഷനിസ്റ്റിനെ ക്യാമറയിൽ പകർത്തുന്നത് മര്യാദകേടായതുകൊണ്ട് ഞാനത് ഷൂട്ട് ചെയ്തില്ലെന്നേയുള്ളൂ. 6ാം നിലയിലെത്തണം. വിചിത്രമായൊരു മുറി. സർക്കസ് കൂടാരം പോലെ മുകൾ ഭാഗം പ്രത്യേക രീതിയിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നു. ഇങ്ങനെയൊരു മുറിയിൽ ഞാൻ ആദ്യമായാണ് പാർക്കുന്നത്. തുണികൊണ്ടാണ് ഡെക്കറേഷൻ. ഓരോ മുറിയും ഓരോ തീമിലാണ്. എനിക്ക് കിട്ടിയത് ഇങ്ങനെ ഒന്നായിപ്പോയി. ഈ സർക്കസ് കൂടാരത്തിനകത്ത് കിടന്നുറങ്ങാം. AC ഉണ്ട്. ജനൽ തുറന്നിട്ടാൽ കൂടുതൽ തണുപ്പ് കയറി വരികയും ചെയ്യും. വിചിത്രമായ ആ മുറിയിൽ അധിക നേരം നിന്നില്ല. ഞാൻ പെട്ടെന്ന് തന്നെ പുറത്തേക്കിറങ്ങി. ഹോട്ടലിന്റെ നേരെ എതിർവശത്ത് വലിയൊരു കെട്ടിടമുണ്ട്. ഇവിടുത്തെ പഴയ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആയിരുന്നു അത്. ഇപ്പോൾ പ്രധാനമായും അതൊരു കൺവെൻഷൻ സെന്ററാണ്. അങ്ങകലെ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ. അവിടെ നിന്നും നടന്നാണ് ഞാൻ ഹോട്ടലിലേക്ക് വന്നത്. നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ട്രാമുകൾ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനെ ചുറ്റി ഇങ്ങനെ കടന്നുപോകും. ഞാൻ സ്റ്റേഷന്റെ നേരെ എതിർദിശയിൽ പാലസ് സ്ക്വയർ ലക്ഷ്യമാക്കി നടന്നു. ഹലാൽ ഫുഡ് എന്നൊക്കെ ബോർഡ് വെച്ച റെസ്റ്റോറന്റുകൾ. ഗാന്ധി എന്നൊരു ഇന്ത്യൻ റെസ്റ്റോറന്റ്. സൂപ്പർ മാർക്കറ്റുകൾ. അതെല്ലാം കണ്ടു നടക്കുമ്പോൾ പെട്ടെന്നിതാ മഴ പെയ്തു തുടങ്ങി. ഒരു മുന്നറിയിപ്പുമില്ലാതെ മഴയെത്തിയിരിക്കുന്നു. ചാറ്റൽ മഴയായാണ് തുടങ്ങിയത്. അല്പം കഴിഞ്ഞപ്പോഴേക്കും ശക്തമായ മഴയായി. ആളുകളെല്ലാം മഴയിൽ പെട്ടുപോയിരിക്കുന്നു. ഒരാളും തന്നെ കുടയുമായല്ല ഇറങ്ങിയിരിക്കുന്നത്. പലരും റെസ്റ്റോറന്റുകളിലേക്ക് കയറി. കുറച്ചുനേരം കഴിഞ്ഞപ്പോഴേക്കും മഴ തോർന്നു. പക്ഷേ അപ്പോഴേക്കും നേരമിരുട്ടി. ഇപ്പോൾ 8:30 ആയിട്ടുണ്ട്. 9 മണിവരെയെങ്കിലും പകൽ വെളിച്ചം ഉണ്ടാവേണ്ടതാണ്. ട്രാമുകളിൽ ഇപ്പോൾ തിരക്ക് കൂടിയിരിക്കുന്നു. മഴ പെയ്യുമ്പോൾ കൂടുതൽ ആളുകൾ ട്രാമിൽ കയറും. ഏതെങ്കിലും യാത്രികനെ കിട്ടുമോ എന്നന്വേഷിച്ചെന്നോണം സൈക്കിൾ റിക്ഷക്കാരൻ പോകുന്നു.
ഞാൻ മഴ തോർന്ന നേരം നോക്കി കടത്തിണ്ണയിൽ നിന്നിറങ്ങി പാലസ് സ്ക്വയർ ലക്ഷ്യമാക്കി നടന്നു. പ്രധാന പാതയാണ്. വഴിയോരത്ത് ഇക്കാണുന്നത് കാസിനോകളാണ്. കാസിനോ എന്നാൽ സാമൂഹ്യ വിരുദ്ധ കേന്ദ്രങ്ങളൊന്നുമല്ല. ആളുകൾ പണം വെച്ച് പല കളികളിൽ ഏർപ്പെടുന്ന ഇടം.